കൊച്ചി പള്ളുരുത്തി സ്വദേശിയായ ആദം ജോ ആന്റണി എന്ന CA വിദ്യാർത്ഥിയെ കാണാതായിട്ട് ഇന്ന് 1 വർഷവും 11 ദിവസവും. കഴിഞ്ഞ വർഷം ജൂലൈ 28-ന് പുലർച്ചെ 3 മണിയോടെ പ്രഭാത വ്യായാമത്തിനായി സൈക്കിളുമായി പോയതാണ് ആദം. പിന്നീട് ആരും ആദത്തെ കണ്ടിട്ടില്ല. ആദം എവിടെ പോയി? പോലീസും ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ ഇതേ ചോദ്യം ചോദിക്കുന്നു. ഇതേവരെ നമുക്ക് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. പക്ഷെ അവൻ്റെ ഈ ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവന് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളെ പോലെ തോന്നി. പക്ഷെ ഇതുവരെ അവൻ അങ്ങനെ പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പോകുന്നവർക്ക് ഒരു പോക്കിനങ്ങ് പോകാം. പക്ഷേ അവരെ ആലോചിച്ച് നമുക്കുണ്ടാകുന്ന വീട്ടിലുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, അപ്പനും അമ്മയും പിന്നെ ഞാനും വൈഫും ഇളയവനും. ഈ ഇളയാൾ മിക്കപ്പോഴും രാത്രിയിൽ ഈ ചേട്ടയെന്ന് പറഞ്ഞിട്ട് പിന്നെ അനിയനെ കാരണം ഇവർ ഒരുമിച്ചായിരുന്നു ഉറങ്ങിയിരുന്നത്. തലേ ദിവസം ഞങ്ങൾ ഉറങ്ങുന്നത് വരെ അൺയൂഷ്വലായിട്ട് ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ എവിടെ പോയിരിക്കാം ആൾ? ഇത്ര വീടുമായിട്ട് പ്രശ്നമില്ല, കൂട്ടുകാരുമായിട്ട് പ്രശ്നമില്ല, നാട്ടിലാരുമായിട്ട് ഒരു പ്രശ്നമില്ല. തലേ ദിവസം ഹിമാലയത്തിലേക്ക് പോകാനുള്ള വഴികളൊക്കെ മൊബൈലിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോലീസ് സ്റ്റേഷനിൽ മൊബൈൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർ നോക്കുമ്പോഴാണ് സെർച്ചിങ് ഹിസ്റ്ററിയിൽ നിന്ന് കാണാൻ പറ്റിയത്. പഠിക്കാനാണെങ്കിലും അത്ര സ്മാർട്ടായതുകൊണ്ട് തന്നെ അവനിൽ നല്ലൊരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനെ കാണാനുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ്. അവർക്ക് സൈക്കിൾ ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നായിരുന്നു. അതെ, സൈക്കിള് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ആ പോണതിന് മുമ്പാണെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പാണ് അതൊന്നും കൂടെ പുതിയ റിമും ടയറും ഒക്കെ ഇട്ട് സൈക്കിളൊന്ന് ഫിറ്റാക്കിയത്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു. 1 വർഷം കഴിഞ്ഞ് ഇന്ന് 11 ദിവസം പൂർത്തിയാകുമ്പോൾ ഒരു മറുപടി പറയുവാൻ ഒരു നിയമ സംവിധാനത്തിനോ ക്രമസമാധാന സംവിധാനത്തിനോ കഴിയുന്നില്ല എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ പിതാവിന് ഒരു മറുപടി നൽകുവാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ളൊരു വിഷയമാണ് ഇതിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കുന്നത്. കാണാതാകുന്നതിന് തലേ ദിവസവും ആദം ജോയും കൂട്ടുകാരും ഈ ബീച്ചിൽ വന്നിരുന്നു എന്നാണ് പിതാവ് പറഞ്ഞത്. ഈ സ്ഥലത്തായിരുന്നു അവസാനം ഒരു 3 ഫ്രണ്ട്സുമായിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു, ആൾ ഉറങ്ങിയതാണ്. അതിൻ്റെ പിറ്റേ ദിവസം ജൂലൈ 28 ഞായറാഴ്ച വെളുപ്പിനാണ് ആൾ സൈക്ലിങ്ങിന് പോകുന്നത്. ഓഗസ്റ്റ് 9 പിറന്നാളല്ലേ? ഓഗസ്റ്റ് 9 പിറന്നാളിനെങ്കിലും വീട്ടിലുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി വീട്ടിലെത്താൻ പറ്റിയില്ലെങ്കിലും എവിടെയുണ്ടെന്നൊരു കോളെങ്കിലും ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആർക്കും പറയത്തക്ക എതിരഭിപ്രായങ്ങളൊന്നുമില്ലാത്ത, ശത്രുക്കൾ പോലുമില്ലാത്ത ആദം ജോ ആന്റണി എന്ന 21 വയസ്സുകാരൻ. ഈ പിറന്നാൾ ദിനത്തിലെങ്കിലും അവൻ തിരികെ വരുമെന്ന് കരുതി കുടുംബാംഗങ്ങളുടെ കാത്തിരിപ്പ് തുടരുകയാണ്. ആദത്തിന് എന്താണ് സംഭവിച്ചതെന്ന് കുടുംബാംഗങ്ങളെ അറിയിക്കാൻ ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. നിഖിൽ ജോസഫിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.